ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. ഇവളുടെ മാരേജാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മാരേജ് ചെയ്യാൻ തീരെ താല്പര്യമില്ല കേട്ടോ. ഇവളെ ഫോഴ്സ്ഫുള്ളായിരിക്കും മാരേജ് ചെയ്യിപ്പിക്കേണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവളുടെ മുഖത്ത് വലിയ ഹാപ്പിനെസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൾ ഒരിക്കലും ലേഡി പറയുന്നുണ്ട്, മാഡത്തിനെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിരിച്ചൊന്നും പ്രതികരിക്കണമെന്നില്ല. അങ്ങനെ ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാനുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീ മാരേജിന് സമ്മതിച്ചില്ലെങ്കിൽ സൂസൈഡ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ മാരേജിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ മാരേജ് ചെയ്യുമ്പോൾ പയ്യനെ കാണിക്കേണ്ടത് ഇവൻ്റെ പേര് ജിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ജിന്നിൻ്റെ അടുത്താണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നിൻ്റെ വൈഫ് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, അതെ എൻ്റെ വൈഫ് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവരും പറയുന്നുണ്ട്, നീ എന്തായാലും ലക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇതുപോലെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹീറോയ്ക്കാണെങ്കിൽ ഈ മാരേജിന് താല്പര്യമൊന്നുമില്ല, അവൻ്റെ മാരേജാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവന് ഫോഴ്സ്ഫുള്ളാണ് മാരേജ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഇവൻ്റെ അസിസ്റ്റൻറ്റ് പറയാണ്, സാറ് പ്ലേസ് എത്തിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആലോചിക്കുകയാണ് ഒരു ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ഹീറോനെ മാരേജ് ചെയ്യാൻ വേണ്ടി ഒരു റിച്ച് ലേഡിയാണ് കേട്ടോ. ഇവളുടെ പേര് ഷിൻ എന്നാണ്. ഇവള് കുറേ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും മാരേജിന് ഓക്കെ പറയണ്ടായിരിക്കാം. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ്, ശരി ശരി എനിക്കറിയാമെന്നൊക്കെ പറയണ്ട. അപ്പോൾ ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഫോഴ്സ്ഫുൾ ഇവനെ മാരേജ് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഇവൻ്റെ എഡ്യൂക്കേഷനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ജിന്നും എത്തിട്ടോ. ഇവർ ഒരേ പ്ലേസിലാണ് മാരേജ് ചെയ്യാൻ പോകുന്നത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിന്നി ഹീറോനെ കണ്ടിട്ട് പറയുന്നത്, നല്ല ഹാൻസമായ ബോയ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ മാരേജ് ആണോ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആ പെണ്ണിനെയാണ് കേട്ടോ, ഷിന്ന്. ആ ഷിന്നിനാണെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ഈ ടൈമിൽ ഓപ്പോസിറ്റ് റൂമിൽ നമ്മുടെ ഹീറോയിൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും പരസ്പരം കൂട്ടുമുട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് എന്തോ ഒരു പുച്ഛഭാവത്തോട് കൂടി അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം ഈ ഡ്രസ്സൊക്കെ ഒരുപോലെയാണല്ലോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ മുഖം കവർ ചെയ്യിക്കേണ്ട ഒരു തുണിയിട്ട് കഴിഞ്ഞിട്ട് ഹീറോയിനോട് അവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഷിന്നിൻ്റെ അടുത്തും പറയുന്നുണ്ട്, മാഡം ഇതുപോലെ തന്നെ മുഖം കവർ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പോയ ശേഷം നമ്മുടെ ഷിന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് തട്ടിക്കറാൻ നിൽക്കുകയാണ്, നീ എന്താ ഒരുപോലെ തന്നെ ഡ്രസ്സ് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും തിരിച്ച് മറുപടി കൊടുക്കണമെന്ന് ചോദിക്കണം, നിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും ചെറുതായിട്ട് ഒരു ക്ലാഷ് പോലെ ആവുന്നുണ്ട്. അങ്ങനെ ഇവർ ഇരുന്ന പൊസിഷനാണെങ്കിൽ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. ഹീറോ ഇരുന്ന പ്ലേസിൽ ആ പെണ്ണും ആ പെണ്ണിരുന്ന പ്ലേസിൽ ഹീറോയിൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും മുഖത്ത് ഇങ്ങനെ മൂടിയിട്ട കാരണം ആരാണെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിന്നു വന്നിട്ട് നമ്മുടെ ഹീറോയെന്ന് ചോദിച്ചിട്ട് ഇവൾക്കാണെങ്കിൽ ഒരു ഫ്ലവറൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആ പെണ്ണ് ഫ്ലവറൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ മറ്റു പെണ്ണിനെ നോക്കിക്കൊണ്ട് ആയിക്കോടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് അറിയില്ല പെണ്ണുങ്ങൾ തമ്മിൽ മാറിയെന്ന്. അങ്ങനെ നമ്മുടെ ഈ ഷിന്നുണ്ടല്ലോ, ഷിന്നും ചിന്നും ഒരു കാറിൽ പോണ്, ഹീറോയിൻ ഒരു കാറിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നല്ല രീതിയിൽ ഞാൻ നിങ്ങളെ ട്രീറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയാണ്, അല്ല ഞാൻ സംസാരിച്ചത് ഇതുപോലത്തെ പെൺകുട്ടിയുടെ അല്ലായിരുന്നു എന്നൊക്കെ ഇവരിങ്ങനെ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗസ്റ്റൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ പേരൻസൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഷിന്നിൻ്റെ അടുത്ത് പൊക്കാൻ പറയേണ്ട. ഈ സമയത്ത് ഇവൻ പൊക്കേണ്ട. ഈ ടൈമിൽ ഇവൾ കൊടുക്കത്തെ വെയിറ്റ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ വെയിറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവൻ പറയാണ്, ഇത്ര ദിവസം കൊണ്ട് ഇവൾ വെയിറ്റ് വെച്ചതാണ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിന്നിൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ആൾക്കാർ മുന്നിൽ നാളം കെടുത്താണ്ട് വേഗം അവൾ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ചെക്കനും ഒരു കണക്കിന് അവൾ എടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കാർ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവനെ എടുക്കുന്ന ടൈമിൽ വെയിറ്റ് ഇല്ലാട്ടോ അവൾക്ക് തീരെ. അപ്പോൾ ഇവൻ പറയുകയാണ്, ഇവൾ ഇത്ര ദിവസം കൊണ്ട് വെയിറ്റ് കുറഞ്ഞാണ് ചിന്തിക്കുന്നത്. കാരണം ആ പെണ്ണിന് നല്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ മൈൻഡിലൂടെ പോണത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ പേരൻസൊക്കെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഷിന്നുണ്ടല്ലോ, അവളാണെങ്കിൽ റൂമിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ജിന്നിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ആ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ട് ഇവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. എന്നിട്ട് അവരുടെ ഫ്രണ്ട്സ് വന്നിട്ട് പറയാണ്, വാ നമുക്കൊരു ഗെയിം കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവൾക്കാണെങ്കിൽ ഒരു പഴം എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ പിടിച്ച് അടിച്ച് ഓടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് അവരുടെ പേരൻസ് ചിന്തിക്കാൻ ഇവിടെ എന്താ നടക്കണമെന്ന് കേട്ടോ. ഇവളാണെങ്കിൽ കത്തിയും കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ട് ഇവരൊക്കെ പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത് ഒരു പാവം ക്യാരക്ടറാണ്. പക്ഷേ ഈ ഷിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ. ഈ ചെക്കനാണെങ്കിൽ കണ്ട് പേടിക്കേണ്ട ചിന്നി. ഇവൻ പറയുകയാണെങ്കിൽ ഇവൾക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് വന്നതാണ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിനും കാണിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹീറോൻ്റെ പേരൻസിനൊക്കെയാണ് കാണിക്കുന്നത്. ഹീറോൻ്റെ അടുത്ത് പേരൻസ് പറയുന്നുണ്ട്, അവൾ ഒറ്റയ്ക്കല്ല റൂമിൽ, നീ അവിടേക്ക് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ വിചാരിക്കുന്നത് നമ്മുടെ ചിന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ നെർവസ് ആയിരിക്കണം. ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ഷിന്നിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷിന്നാണെങ്കിൽ ഇപ്പോഴും മുഖത്തുനിന്ന് മൂടി മാറ്റിണ്ടായിരിക്കില്ല. എന്നിട്ട് അവൾ ചോദിക്കേണ്ടത്, നീയൊക്കെ
നീയൊക്കെ ഒരു മനുഷ്യനാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ ഫ്രണ്ട്സ് എന്നെ ബുള്ളി ചെയ്യണം കണ്ടിട്ട് നീ നോക്കി നിൽക്കല്ലേ എന്നൊക്കെ ചോദിക്കിയിട്ട് ഇവനാണ് നല്ല ചീത്ത പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഈ ചെക്കനാകെ പേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവളെ മുഖത്ത് ആ മൂടി എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ഫേസ് കണ്ട് ഇവനൊന്നും ഞെട്ടുണ്ടെന്ന് ചോദിക്കണേ നിങ്ങളാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ ഒച്ചെടുക്കാൻ കേട്ടോ അത് ബ്രൈഡ് മാറി എന്ന് പറഞ്ഞ സമയത്ത് ഇവള് വായ പോത്തിട്ട് പറയണത് മിണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കണേ നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ പെണ്ണാണെങ്കിലോ അവൾക്ക് മനസ്സിലാവും നമ്മുടെ ഹീറോയിൻ്റെ കണ്ണുണ്ടായിരിക്കുമല്ലോ അവൾ. എന്നിട്ട് ഇവളാണെങ്കിൽ ഫോട്ടോ നോക്കുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഹീറോയിന് ശരിക്കും ഇവിടേക്ക് വരേണ്ടത് ആളായിരുന്നു എന്ന് പറഞ്ഞ് ബ്രൈഡ് മാറിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ആ മുഖത്ത് മുടി മാറ്റുന്നുണ്ട്. ഈ സമയത്ത് ഇവളെ കണ്ട് ഇവനൊന്ന് ഷോക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ പേരൻറ്റ് വന്നിട്ട് പറഞ്ഞിട്ട് വാൾ തുറക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബ്രൈഡ് ചാമ്പൻ്റെ ടൈമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഫോട്ടോ കണ്ട് അപ്പോൾ അവൾക്ക് മനസ്സിലാവേണ്ടത് ഇതാ പെണ്ണാന്നിട്ട്. എന്നിട്ട് ഈ പെണ്ണ് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ എങ്ങനെ അവിടേക്ക് പോകുന്നതാണ് ചിന്തിക്കുന്നത് കേട്ടോ. നീയാണൊക്കെ തിരുങ്ങാനൊക്കെന്ന് പറഞ്ഞിട്ട് ഈ ചെക്കനാണെങ്കിൽ പിടിച്ചിട്ട് പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ അവളെ പേരൻറ്റ് വന്നിട്ട് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഷിന്നു പറയുന്നുണ്ട് നീ വാതിൽ തുറന്നത് നീ കൊന്നു കാട്ടികളെന്ന് പറഞ്ഞിട്ട് ഇതിനാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ചെക്കൻ പേടിക്കുന്നുണ്ട് കേട്ടോ. ചെക്കന് നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷിന്നു. അപ്പോൾ ഈ ജിന്നാണെങ്കിൽ ആകെ പേടിച്ച് വരണ്ടിരിക്കണം. അതിൻ്റെ ജിന്നിൻ്റെ അമ്മ പറയുന്നത് നീ വാതിൽ തുറക്കണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് പറയുന്നുണ്ട് വാതിൽ തുറന്ന് ഇനി ഞാൻ തട്ടിക്കളയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനും പറയുന്നുണ്ട് ഞാൻ തുറക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് കഴിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗസ്റ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതായത് ഗസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ വന്നിട്ടായിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ ഇത് കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും ജിന്നിൻ്റെ അമ്മയും തമ്മിൽ ചെറുതായിട്ട് ക്ലാഷൊക്കെ ആവുന്നുണ്ട് അവിടെ നിന്ന്. ഇതേ സമയം നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ വന്നിട്ട് പറയുന്നുണ്ട് റൂം തുറക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് ആ ചടങ്ങിന് ടൈമായെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേരൻറ്റും പറയുന്നുണ്ട് അധികം ടൈം ലേറ്റ് ആവുകൊണ്ട് പെട്ടെന്ന് വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവൻ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ നല്ല കൂളൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ കുറച്ച് ഇമ്പ്രസ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ കൈ തമ്മിൽ പരസ്പരം അങ്ങനെ ടച്ച് ചെയ്യേണ്ട ഈ സമയത്ത് ഇവർക്ക് എന്തോ ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കണ്ട് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ പേരൻറ്റ് പറയാൻ ഇവർ എന്തെത്ര റൂമിൽ ചെയ്യാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വരാൻ പറയുന്നു പറഞ്ഞിട്ട് ഗസ്റ്റ്സ് ഒക്കെ പോയി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ ഹീറോയും പറയുന്നത് എന്താ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്. ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണുണ്ടല്ലോ നമ്മുടെ ഹീറോൻ്റെ റൂമിലേക്ക് പോകണല്ലോ. അവളാണെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ആരും കളയാനിട്ട് ഇവളാണെങ്കിൽ പറയാണ് എത്ര വേഗിക്ക് അവിടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെക്കനെയാണെങ്കിൽ വീണ്ടും ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവളാണെങ്കിൽ വന്ന് തുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവളെ പേരൻറ്റ് അവിടെ നിൽക്കണം. എന്നിട്ട് പറയാണ് ഇപ്പോൾ പോയി ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ വീണ്ടും ആ ചെക്കനെ പിടിച്ച് അടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ ചെക്കൻ അവിടെ ഓടുന്നുണ്ട്. അങ്ങനെ അടി കൂടിയിട്ട് അവസാനം രണ്ടും കൂടി ജോലിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ സംസാരിക്കാൻ കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ കാര്യമൊക്കെ പറയണം. അതായത് ഇവന് മാരേജിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ സ്റ്റഡിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇവൻ്റെ അച്ഛൻ്റെ ബിസിനസ് കുറച്ച് ഡൗൺ ആയ കാരണം ആ റീച്ച് ലേഡിനെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ കിട്ടുന്ന വെച്ചിട്ടാണ് കല്യാണത്തിന് ഓക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞു. നമ്മുടെ ഹീറോയിനും അവളൊക്കെ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഫാദേഴ്സ് പറയണ എന്താ ഒരു റൂം ഓപ്പൺ ചെയ്യാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വാതിൽ തുറക്കുന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ റൂം ഓപ്പൺ ആക്കണില്ല. അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവർ ചെറുതായിട്ടും അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ടൈം ഒരുപാടായിട്ടുണ്ട് ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് പോകേണ്ടതെന്ന് ചോദിക്കേണ്ട സമയത്ത് നമ്മുടെ ഹീറോയും ആന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണാനില്ല കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട് വാ നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിന്നും അതുപോലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവർ നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണാനില്ല. അപ്പോൾ ഇവരുടെ റൂമുകൾ തമ്മിൽ അധികം ഡിഫറൻറ്റ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു റൂം ഓപ്പൺ ചെയ്യേണ്ട ആ സമയത്ത് നമ്മുടെ ജിന്നു വരുന്നുണ്ട്, നമ്മുടെ ഹീറോ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സോറി ബ്രൈഡ് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവന് ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ നോക്കുന്നുണ്ട്, ഹീറോയിൻ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഷിന്നാണെങ്കിൽ ജിന്നിനെ നോക്കുന്നുണ്ട്, ജിന്നാണെങ്കിൽ ഷിന്നിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് പരസ്പരം പിരിയാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അതായത് കുറച്ച് നേരം കൊണ്ട് ഇവർ പരസ്പരം ഭയങ്കരമായിട്ട് അടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകട്ടെ. ഇത് കണ്ട് ഇവരുടെ ഫേസിൽ ഭയങ്കര ഡെസ്പൊക്കെയാണ് കേട്ടോ. ആർക്കും വലിയ ഹാപ്പിനെസ് ഒന്നും ഇല്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നത് എന്നാൽ ശരി അധികം ലൈറ്റ് ആക്കണം നിങ്ങൾ റൂമിലേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജിന്നൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജിന്നാണെങ്കിൽ നമ്മുടെ ഷിന്നിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് കേട്ടോ. അവർ ഫൈറ്റ് ചെയ്തതും അവരിങ്ങനെ ഒരുമിച്ച് ചിരിച്ച് കിടന്നതൊക്കെ. അങ്ങനെ നമ്മുടെ ഹീറോയും പറയാണ് ഇവനേക്കാളും ബെറ്റർ നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണ് മനസ്സിൽ തിങ്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവള് പറയാണ് അല്ല ഈ മാരേജിന് നിനക്ക് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് ഇവനും പറയേണ്ട അതേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനടുത്ത് സംസാരിക്കേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാന്ന് പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ ഉറങ്ങാനേ പറ്റണില്ല കേട്ടോ. ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെയാണ് കേട്ടോ. മറ്റേപ്പനാണെങ്കിൽ നല്ല ഉറക്കാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ ചിന്നും കൂടി എന്തോ റെസ്റ്റോറൻറ്റിൽ പോകാനും ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ഇവളുടെ അമ്മായിമ്മ എല്ലാത്തിലും പോലെ തന്നെ അമ്മായിമ്മ ഇതിൽ ഭാര്യയാണ് കേട്ടോ. അമ്മായിമ്മ പറയാണ് വലിയ ടോപ്പ് റെസ്റ്റോറൻ്റ് ഒന്നും പോകണ്ട, വലിയ സ്മോൾ റെസ്റ്റോറൻറ്റ്
റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിച്ചാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയും അതുപോലെ ഷിനു വരുന്നുണ്ട്. അതിൻ്റെ ചോദിക്കുകയാണ് വീണ്ടും കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി എന്ന് പറയുന്നത്. ഈ സമയത്ത് ഹീറോയിനാണ് നോക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജിന്നാണെങ്കിൽ നമ്മുടെ ഷിന്നിനാണ് നോക്കണത് കേട്ടോ. ഇവർ തമ്മിൽ എന്തോ കണക്ഷൻ ഒക്കെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ പോകുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരും പറയണത് ഞങ്ങളും പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവരും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 4 പേര് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ റെസ്റ്റ് റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിന്നാണെങ്കിൽ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ചിഹ്നം പറയുന്നത് ഞാനും റെസ്റ്റ് റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ മുഖത്ത് വലിയ ഹാപ്പിനെസ് ഇല്ലാതെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയേണ്ട ഒന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ട് ഹീറോയിന് ഈ മാരേജിന് വലിയ താല്പര്യമില്ലാന്ന് ഓൾറെഡി കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ടൈമിൽ റെസ്റ്റ് റൂമിൽ പോയില്ലോ ആ പെണ്ണിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ചിന്നടയ്ക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചിന്ന കാണുന്ന സമയത്ത് വിളിച്ച് ചോദിക്കണ്ട അല്ല നീ എന്തെവിടെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ചിന്ന പറയേണ്ടത് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിന്ന ചോദിക്കേണ്ടത് എനിക്ക് എന്താ പറയാമെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിഹ്നം പറയേണ്ടത് ആക്ച്വലി അത് എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ പറയാൻ പറ്റണേ ഇവൻ വേഗം അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചിന്ന പറയണേ ഇവൻ എന്തെങ്കിലും വീടായിട്ട് ബിഹേവ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവൻ പറയാൻ വന്നത് ഇവനോട് ഇഷ്ടമാണ് കേട്ടോ. ആ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവളാണെങ്കിൽ ഇവളുടെ അമ്മായിമ്മ നല്ല രീതിയിലൊക്കെ പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് വീട്ടിലെ കംപ്ലീറ്റ് ജോലി ഇവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാൻ. ഇവള് പറയണേ എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചിന്ന സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ ഇവള് പറയാണ് പിന്നെ ഞാൻ നിങ്ങളെന്തിനും മാരേജ് ചെയ്ത് നിങ്ങൾ എൻ്റെ ഇഷ്ടത്തിനൊന്നും വാലിതല്ലെന്ന് പറഞ്ഞാൽ ചിന്നിൻ്റെ അടുത്ത് സംസാരിക്കണം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അമ്മായിമ്മ ഇത് കേട്ട് വന്നിട്ടുണ്ടല്ലോ. അമ്മായിമ്മ ഒരടി ഇവൾക്ക് കൊടുക്കണ്ടേ. എന്നിട്ട് പറയാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞ പോലെയാണ് കേൾക്കേണ്ടതെന്ന് പറയാൻ കേട്ടോ. ഈ ചിന്നെന്ന് പറയുന്നത് അമ്മ പറഞ്ഞ പോലെ കേൾക്കുള്ള അമ്മ മോനാണ് കേട്ടോ. അതായത് അമ്മ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. എന്നിട്ട് പറയണത് നിനക്ക് നിൻ്റെ ഭാര്യനെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ലെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ജിന്നിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണത് ഇവിടെ ഒച്ച പൊന്തി പോകാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനാണ് വേല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തായാലും എഡ്യൂക്കേഷൻ കംപ്ലീറ്റഡ് ആക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറേ ആംബിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് അമ്മായിയമ്മ ഇത് സമ്മതിക്കുന്നില്ല കേട്ടോ. അമ്മായിയമ്മ പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ നല്ല ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ വീണ്ടിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയേണ്ടത് ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കലാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ തിങ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അവൾ പറയണേ എത്ര വേഗം ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ജിനിനോടത്ത് അമ്മ പറയാണ് കണ്ട നീ അവളെ പോയി അവളെ ശരിയാക്കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഒരു യൂസ്ലെസ് മോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഷിന്നാണെങ്കിൽ വേറെ ചെക്കനായിട്ട് ക്ലോസ് ആയിരിക്കണം. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവനാണെങ്കിൽ ബുക്സ് ഒക്കെ എടുത്തിട്ട് പഠിക്കാൻ പോകാൻ കേട്ടോ. ഇവനാണെങ്കിൽ ഇവിടെ ഡിവോഴ്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഷിന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്തിട്ടുണ്ട് നീയും സൈൻ ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വിട്ടേക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകാൻ നിൽക്കട്ടെ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഷിന്ന് പറയുന്നുണ്ട് നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിൻ്റെ ബിസിനസ്സൊക്കെ ഡൗൺ ആയി പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതെന്നെ ബാധിക്കണം കാറില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകണ്ട. ഈ പെണ്ണിന് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളെ തിങ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവളാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. സമയത്ത് ഇവളെ അമ്മായിയമ്മേരുടെ അടുത്തും അവളെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മായിമ്മ പറയണ്ടേ ഇല്ല ഞാൻ നിന്നെ വിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ അടിപിടിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരടി നമ്മുടെ അമ്മായിമ്മക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അമ്മായിമ്മ അജിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കാരണം അതിൻ്റെ വൈഫിന് ഒരു മാനേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയാണ് നിങ്ങൾക്കാണ് മാനേഴ്സ് ഇല്ലാതെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പെൺകുട്ടിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവൾ ഇറങ്ങുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും ഒരുമിച്ചായിരിക്കും ഇറങ്ങണ്ടായിരിക്കുക. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ ചോദിക്കേണ്ടത് എവിടേക്കാന്ന് ചോദിക്കേണ്ടത് അങ്ങനെ ഇവൾ ഫേസിലെ പാട് കാണുന്നുണ്ട് കേട്ടോ. ഇവൾ അടിച്ചപ്പോൾ ഉണ്ടായ പാടാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ അമ്മായിയമ്മ നമ്മുടെ ചിൻ്റെ അടുത്ത് പറയാണ് നീ പോയി വേഗം വിളിച്ചിട്ട് പാടാ അവളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ അമ്മയ്ക്ക് ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നെ അടിക്കുന്നത് നീ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചിന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ അടിക്കാൻ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് അടിക്കണേ ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ചിന്ന് പറഞ്ഞ് ഇതെൻ്റെ വൈഫെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ ഇങ്ങനെ പെൺകുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചിന്നു പറയുന്നുണ്ട് നിങ്ങളെന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിനെ തല്ല ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ പറയുന്നുണ്ട് ഇവളെൻ്റെ അമ്മേനെ തല്ലിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അമ്മയും പറയുകയാണ് നിങ്ങൾ തമ്മിൽ എന്താ റിലേഷനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഇവൾക്ക് വേണ്ടി നീ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നിൻ്റെ കാമുകനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമയത്ത് നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് അല്ല പറയാം അതുകൊണ്ടാണ് നീ എൻ്റെ മോനെ ഡിവോഴ്സ് ചെയ്ത് ഇവിടുന്ന് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇവളൊന്നും വിട്ടില്ല. എന്നിട്ട് നമ്മുടെ
നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഹീറോയിൻ്റെ അടുത്ത് പൊക്കോന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇവള് പറയാണ് ഭാഗ്യം എന്നിട്ട് ഇത്ര നാളൊരു കൂട്ടിലിട്ട പോലെയും കടന്നുണ്ടായിരുന്നു. ഇവള് പറയാണ് ഇപ്പോഴാണ് ഞാൻ ഹാപ്പി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ് നിങ്ങൾ ഇതുപോലെ അവളെ ട്രീറ്റ് ചെയ്യാനും പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ട അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് തന്നെ ബെറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിന്നിൻ്റെ അമ്മയാണെങ്കിൽ നല്ല ചീത്ത പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിന്നിൻ്റെ അടുത്തും പറയുന്നത് നീ ഒരു യൂസ്ലെസ് ആയ മോനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഹീറോ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ കാണില്ല. അവിടെ ഇരിക്കുന്ന ലേഡിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു പെൺകുട്ടിനെ കണ്ടുവന്നു. അപ്പോൾ അവരും പറയേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ കുറേ നോക്കിയിട്ട് അവളെ കാണാനില്ല. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് ഇവരുടെ ഡിവോഴ്സാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ജിന്നിനെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ജിന്നിൻ്റെ മുഖത്ത് കുറച്ച് സാഡൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നമ്മളെന്തായാലും ഒരുമിച്ച് പോകില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ കരിയറാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ട് നല്ല ജോബൊക്കെ വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവള് പോകുന്നുണ്ട്. അപ്പോൾ ഈ ചെക്കനും സ്മൈലി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷിന്നും ഹീറോയും ഡിവോഴ്സ് ആയിട്ടുണ്ട്. ഇവൾക്കും ഭയങ്കര ഹാപ്പി ഉണ്ട്. നമ്മുടെ ഹീറോ പറയുന്നത് നമ്മൾ തമ്മിൽ ഒത്തുപോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവളും ആന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവൾക്കും ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജിന്നിങ്ങനെ നടന്നു പോവാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഷിന്ന് കാർ കൊണ്ട് വരുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ജിന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കാറിൽ കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. എന്നിട്ട് ഇവൻ കേൾക്കേണ്ട താമസം വേഗം കാറിൽ വന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിന്നാണെങ്കിൽ നമ്മുടെ ചിന്നിൻ്റെ കയ്യിൽ ഡിവോഴ്സിൻ്റെ ഇത് കാണും. എന്നിട്ട് ചോദിക്കേണ്ടത് നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ചിന്നും പറയുന്നുണ്ട് അതേന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ചിന്നി ചോദിക്കേണ്ടത് അല്ല നിങ്ങൾ എന്താ എവിടെയെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് ഇവളും പറയുന്നുണ്ട് ഞങ്ങൾ ഡിവോഴ്സ് ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവനും ഭയങ്കര സ്മൈലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇവൾ ചോദിക്കണം അല്ല നിങ്ങൾ എന്തിനാ ചിരിക്കണേ ചോദിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിന്നി പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ റെസ്റ്റ് റൂമിൽ വന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് അറിയാൻ ചോദിക്കും. അപ്പോൾ ഇവള് പറയില്ല എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറയാൻ വന്ന് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണ് ഷെയ്യാവണം. എന്നിട്ട് ഈ പെണ്ണ് പറയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കുറച്ച് ക്ലോസ് ആവുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. ഇവളാണെങ്കിൽ പുറത്ത് അബ്രോഡ് പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവളുടെ കരിയറൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിക്കണത് കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് എനിക്ക് നല്ലൊരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോനെ കാണിക്കുന്നുണ്ട് ഇവനും ഇതുപോലെ തന്നെ വേറൊരു പ്ലേസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ എഡ്യൂക്കേഷൻ ആ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവൻ ഓരോ ജോബൊക്കെ എടുത്തിട്ട് ഇവൻ നല്ല രീതിയിലൊക്കെ പഠിച്ച് നല്ല സെറ്റായൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരു 5 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു കമ്പനിയുടെ CEO ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ ഉണ്ട്. അവർക്ക് മാരേജ് കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ട് ഇവളിപ്പോൾ എവിടെയാണെന്നാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഇവൻ്റെ ഉള്ളിൽ നമ്മുടെ ഹീറോയിനാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് നല്ല സെറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ അമ്മായിയമ്മ ഉണ്ടല്ലോ അമ്മായിയമ്മേനെ എടുത്ത് വന്നിട്ട് പറയാണ് ഇവളെ ഞാൻ മാരേജ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മായിമ്മയ്ക്കാണെങ്കിൽ ഇവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് എന്നിട്ട് പറയണേ ഇവൾ എന്ത് പെണ്ണാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണിന് ദേഷ്യം വേണ്ടി പറയുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെ ലുക്ക് വിട്ടിരിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മായിമ്മ ഈ പെണ്ണും തമ്മിൽ ഇത് പൂരടിയാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ജിന്നിനെ കൊണ്ട് ഈ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അമ്മായിമ്മക്ക് ഇത് കണ്ടിട്ട് വലിയ സഹിക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മായിമ്മ പറയുന്നത് ഞാൻ എന്തിട്ട് ഇതൊക്കെ കാണുമെന്ന് ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ ചിന്നിൻ്റെ അടുത്ത് പറയണേ നീ എന്തിനും ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിന്നു പറയണേ എനിക്ക് ഇവിടെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അമ്മ പറയണേ ഇവിടെ എത്ര വേഗം ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ചിന്നു പറയണില്ല ഞാൻ പറഞ്ഞേക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ല ദേഷ്യമായിട്ട് ചിന്നിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടിക്കണതാണെങ്കിൽ നമ്മുടെ ഷിന്ന് കണ്ടിട്ട് ഇവള് വന്നിട്ട് പറയണേ നിങ്ങൾ ആരാ എൻ്റെ ഹസ്ബൻഡിനെ അടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മായിമ്മക്കിട്ട് നല്ല അടി ഷിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ചിന്നു പറയുന്നത് നിർത്തുന്നു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ നല്ല പെട്ട കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിന്നു പറയേണ്ടത് ഇതെൻ്റെ അമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിന്നും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ആരായാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പറയണം അതിന് പണിഷ്മെൻ്റ് ആയിട്ട് നിങ്ങളിവിടെ ക്ലീൻ ചെയ്യാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ അമ്മായിമ്മയ്ക്കാണെങ്കിൽ അവിടെ ക്ലീനിങ് പരിപാടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അമ്മായിമ്മ ആലോചിക്കണം നമ്മുടെ ഹീറോയിന് ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവളാണെങ്കിൽ ഒരു അക്ഷരം ഉണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് ഇവളെക്കാളും ബെറ്റർ അവളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് ഇവള് നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവളെ കരിയറൊക്കെ അച്ചീവ് ചെയ്തിട്ട് ഇവള് നല്ല ഒരു ടോപ്പ് ബിസിനസ്സുകാരിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇവളാണെങ്കിൽ ഒരു മീറ്റിങ്ങിന് വന്നേക്കാണ്. അതായത് ഗ്രൂപ്പായിട്ട് കൊളാബ് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവളെ അമ്മ കോൾ ചെയ്യണം. എന്നിട്ട് അമ്മയാണെങ്കിൽ സോറി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള മെമ്മറി കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഫൈനലി മീറ്റ് ചെയ്യാണ് കേട്ടോ 5 വർഷങ്ങൾക്ക് ശേഷം. ഇവളെ കാണുമ്പോൾ ഇവന് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഇവർ ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ കാര്യങ്ങളൊക്കെ നടന്നു പറയുന്നുണ്ട്. അതായത് എൻ്റെ കരിയർ അച്ചീവ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നല്ല പോസ്റ്റ് എത്തുന്ന പറഞ്ഞ് നമ്മുടെ ഹീറോയിനും പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട്
എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കേണ്ട മാരേജ് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഹീറോയും പറയേണ്ടത് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ 5 വർഷമായിട്ട് ഒരു പെൺകുട്ടിനെ സ്നേഹിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇതുവരെ അവളെ കണ്ടെത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് എനിക്ക് അർജൻറ്റായിട്ട് ഒരു ബിസിനസ് കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവളെ നെഞ്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോകളെ ഫോളോ ചെയ്തിട്ട് പറയാണ് ഞാൻ 5 വർഷമായിട്ട് അന്വേഷിച്ച് നടന്ന പെൺകുട്ടി വേറെ ആരുള്ള നീയാന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമായി ലവ് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ ഇവളെ ഫോൺ എടുത്തിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ആ മെസ്സേജ് അവൾ അവിടെ നിന്ന് പോകേണ്ട. ഈ സമയത്ത് നമ്മുടെ ഹീറോ മെസ്സേജ് നോക്കേണ്ട. ആ സമയത്ത് ഇവൾക്കും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ് ഇട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു സീനോട് കൂട്ടി ഡ്രാമ ഉണ്ടാവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ.